പണി എന്ന ഗംഭീര ചിത്രത്തിന് ശേഷം ജോജു ജോർജ് വീണ്ടും സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പരിപാടി, പുതിയൊരു പരിപാടിയായിട്ട് പുള്ളി വന്നിരിക്കുകയാണ്. ആ പരിപാടി സിനിമയുടെ പോസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ, ഒരു ഗ്ലിംസ് വീഡിയോയും ഇന്ന് റിലീസായിട്ടുണ്ട്. കാവ്യ ഫിലിം കമ്പനി അതുപോലെ തന്നെ പപ്പു പ്രൊഡക്ഷൻസ് അവരും കൂടി ചേർന്നാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. ഈ പപ്പു എന്ന് പറയുന്ന അവർ തന്നെയായിരുന്നു പണി സിനിമയുടെയും. ഈ പണി സിനിമയുടെ ആ പോസ്റ്ററും ഈ പരിപാടി എന്ന് പറയുന്ന പുതിയ സിനിമയുടെ പോസ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നി. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഇനി പണി സിനിമയുടെ സെക്കൻഡ് ഭാഗമാണോ പുള്ളി ചെയ്യാൻ പോകുന്നതെന്ന്, കാരണം ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഇത് ജോജു ജോർജിൻ്റെ പടം അല്ലേന്ന് ഓർത്ത് പേര് നോക്കിയപ്പോൾ ജോജു ജോർജ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സംഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിനകത്തൊരു ഹൈലൈറ്റ് വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്യാമറാമാനായിട്ട് വരുന്നത് നമ്മുടെ രാജീവ് രവിയും കൂടിയാണ്. സോ സംതിങ് ബിഗ് ആണ് വരാൻ പോകുന്നത്. പണി എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഒരു ജോഷി സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ഷാജി കല സ്റ്റൈലും ഒക്കെ വരുത്തി ഒരു പിന്നെ ജോജു ജോർജിൻ്റെ ഒരു ഫ്ലേവറും ഒരു മാജിക്കും എല്ലാം കൂടി അടങ്ങിയ ഒരു സിനിമയായിരുന്നു പണി എന്ന് പറയുന്ന സിനിമ. ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ട് ആവുകയും നല്ലൊരു അപ്രീസിയേഷൻ എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു പണി എന്ന് പറഞ്ഞ സിനിമ. അപ്പം പരിപാടിയും പുതിയ പരിപാടിയായിട്ട് വരുന്നതുകൊണ്ട് ഈ പരിപാടിയും ഗംഭീര സിനിമയായിട്ട് മാറട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. എന്തായാലും നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അത് എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. പരിപാടി എന്നാണ് സിനിമയുടെ പേര്. മലയാളത്തിലും ഇംഗ്ലീഷിലും അതിൻ്റെ ഒരു ടൈറ്റിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അൻപറിവാണ് ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. 2 മിനിറ്റ് 6 സെക്കൻഡുള്ളൊരു കുട്ടി വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. വരട്ടെ. ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ടൈറ്റിൽ പോസ്റ്റർ പോലത്തെ ഒരു സംഭവം തന്നെ വീഡിയോ തന്നെ ആയിരിക്കാം. കാവ്യ ഫിലിം കമ്പനി അവതരിപ്പിക്കുന്നു വേണു കുന്നപ്പള്ളി. ദ മേക്കർ ഓഫ് പണി. അതും ആ ടൈറ്റിൽ തന്നെ കാണിക്കായിരുന്നു. പരമേശ്വർ. പരസ്യകല. ദൈവമേ, ഇത് പഴയ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് തമ്പുരാൻ മാത്രം അറിയാം. ഞാൻ ഈ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിർത്തിയതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ദയവ് ചെയ്ത് ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കരുതെന്ന്. ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയത്. ഈ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ സംസാരിച്ച് പോകുന്നതാണ്, മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി സംസാരിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ അകത്ത് കാണുമ്പോൾ ചിലപ്പം ഞാൻ അറിയാത്ത കാര്യങ്ങളായിരിക്കും അതുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ അത് എടുത്ത് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്. ആർക്കെല്ലാം അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ പരിപാടി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ ടീസറാണ് ശരിക്കും ഇപ്പോൾ കണ്ടത്. സംഗതി കോപ്പിറൈറ്റ് അടിക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. സോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോപ്പിറൈറ്റ് ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി വീഡിയോ വരുന്ന സമയത്ത് ഇതിൻ്റെ ഓഡിയോ തന്നെ കാണാൻ ചാൻസ് ഇല്ല എന്ന്
നിങ്ങൾ കരുതിക്കണം. അറിയില്ല, മേ ബി കോപ്പിറൈറ്റ് അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും സംഗതിയൊക്കെ കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വഴിയെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇടയ്ക്ക് നിർത്തി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പഴയ പരിപാടി ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പരിപാടി എന്നൊരു പേരിട്ടെന്ന് തോന്നുന്നു. ഒരു പീരിയോഡിക് പരിപാടി പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ടൈറ്റിലിങ്ങിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേർഡുകൾ എന്നൊക്കെ പറയുന്നത് പഴയ സിനിമകളിൽ കൊടുത്തിരുന്ന പേരുകളാണ്. ചിത്ര സംയോജനം, എഡിറ്റർ എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ മലയാളത്തിൽ അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ എഡിറ്റർ തന്നെയാണ് ചിത്ര സംയോജനം കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതിനുപരി വേറെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ശബ്ദരൂപകൽപ്പന, ശീർഷകങ്ങൾ, നിശ്ചല ഛായാഗ്രഹണം, ദൃശ്യപ്രഭാവങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. രൂപപരിവർത്തന ചമയം, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതോ മേക്ക് ഓവർ മേക്കപ്പ് എന്നാണോ? അതാ പീരിയോഡിക് ഫിലിം ടൈപ്പ് ഒരു സിനിമയാവാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു പരിപാടി ഇതിൻ്റെ അത് കാണാനുണ്ട്, ഈ പരിപാടി. അപ്പോൾ ലെറ്റ്സ് സീ. എന്തായാലും പടത്തിൻ്റെ പൂജ ഇന്നാണ് നടന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ടാണ് ലാസ്റ്റ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത്. മേ ബി കഴിഞ്ഞ പടമൊക്കെ ജോജു ജോർജ് കമലഹാസൻ്റെ അടുത്ത് അഭിനയിച്ചുകൊണ്ടാവാം ചിലപ്പം ആരംഭിക്കണം എന്ന് പറഞ്ഞ ആ രീതിയിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടതാണോ എന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളാം, സംഗതി എന്തായാലും രസമുണ്ട്. ലെറ്റ്സ് സീ, പടം വരട്ടെ. ജോജു ജോർജിൻ്റെ ആ ഒരു പണിയിൽ കാണിച്ച അതേ പരിപാടി ഈ പരിപാടിയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ടൈറ്റിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പീസ് ഔട്ട്.